തുടർ ഭരണം എന്നുള്ളത് ഒരു പത്രഭാഷയാണ്. അത് ചിലപ്പോൾ ഗവൺമെൻറ്റിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്, ശരിയാണ്, സമീപകാലത്ത്. പക്ഷേ തുടർ ഭരണം എന്ന് പറയുന്ന ഒരു സംഗതി നമ്മുടെ ഭരണഘടനയിലില്ല. അതെൻ്റെ ആദ്യത്തെ വാദം. ഇപ്പം ആർട്ടിക്കിൾ 75 172 നോക്കിയാൽ പാർലമെൻറ്റും നിയമസഭകളും 5 വർഷം പൂർത്തിയാവുന്ന ദിവസം ഡിസോൾവ് ആകും, അതിന് മുൻപേ ഡിസോൾവ് ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഇപ്പം നമ്മൾ 16ാം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ പുതിയ 140 MLA-മാരെയാണ് അവിടെ വരുന്നത്. ചിലപ്പോൾ അവർ 2ാം വട്ടം MLA ആയിരിക്കും, 3ാം വട്ടം MLA ആയിരിക്കും അത് ജയിച്ചാൽ. അപ്പോൾ പുതിയ സഭയും ആ സഭയിൽ നിന്ന് വരുന്ന പുതിയ മന്ത്രിസഭയാണ് വരുന്നത്. അപ്പോൾ സാങ്കേതികമായിട്ട് ഇതിൻ്റെ തുടർച്ചയാണെന്ന് പറയാൻ സാധിക്കില്ല. ആകെയുള്ള തുടർച്ച ഈ ബ്യൂറോക്രസി ഓരോ മന്ത്രിസഭയെ അടയാളപ്പെടുത്തുന്നത് മുഖ്യമന്ത്രിയുടെ പേരിലാണ്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി അടുത്ത ഗവൺമെൻറ്റിനെ നയിച്ചാൽ, ഇപ്പോൾ നമ്മൾ 16-ൽ ജയിച്ച മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നതിൽ 3-4 ആൾക്കാർ മാത്രമേ 2ാമത്തെ മന്ത്രിസഭയിൽ വന്നുള്ളൂ. ബാക്കി എല്ലാവരും പുതിയ ആൾക്കാരായിരുന്നു. MLA-മാർ നല്ല ശതമാനം, ഭരണപക്ഷത്തുള്ളവർ പ്രത്യേകിച്ചും പുതിയ ആൾക്കാരായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ സാങ്കേതികത്വമാണ് നമ്മളെ വഴിതെറ്റിക്കുന്നത്. എപ്പോഴും പുതിയ നിയമസഭയും പുതിയ മന്ത്രിസഭയും തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഫാഷിസം, ഞാൻ എഴുതിയത് ഫാഷിസത്തിലേക്ക് വഴിതെളിക്കുമെന്നല്ല. ഈ തുടർഭരണം ഈ വ്യക്തികളിലും കക്ഷികളിലും ഒരു ഫാസിസ്റ്റ് സമീപനത്തിന് ഇട നൽകുന്നതായിട്ട് കാണുന്നു എന്നുള്ളതാണ്. മനോഭാവം വളർത്തുന്നു, സമീപനം മനോഭാവം വളർത്തുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതെൻ്റെ ലിവ്ഡ് എക്സ്പീരിയൻസ് തന്നെയാണ്. അത് ഞാൻ ഒരു വൈസ് ചാൻസലറായിട്ട് കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അധികാര പ്രയോഗങ്ങൾ, പ്രത്യേകിച്ച് ഭരണപക്ഷത്തെ സംഘടനക്കാർ നമ്മളോട് ഇടപെടുമ്പോൾ ഉപയോഗിക്കുന്നതായിട്ടുള്ള ഭാഷ, പൊതുമണ്ഡലത്തിൽ ഉപയോഗിക്കുന്ന ഭാഷ, ആംഗ്യങ്ങൾ, സാമൂഹ്യ മാധ്യമത്തിൽ തന്നെ ഇപ്പം നമ്മളൊക്കെ തുലവും നിസ്സാരരാണ്. എനിക്ക് ഫേസ്ബുക്കിൽ ഫലത്തിലൊരു അക്കൗണ്ട് പോലും ഇല്ല. പക്ഷേ ഇത്രയധികം ഫോളോവേഴ്സുള്ള മമ്മൂട്ടിയെ പോലുള്ള ഒരു ആക്ടർ ആർക്കെങ്കിലും അനിഷ്ടകരമായിട്ടൊരു വാചകം പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തിന് വരുന്ന ആ തിക്താനുഭവം ഉണ്ടല്ലോ. അപ്പോൾ അവിടുത്തെ ഫാഷിസം എന്ന് പറയുന്നത് മുസോളിനിയുടെ ഫാഷിസമല്ല. പക്ഷേ ആശയപരമായിട്ട് എന്നോട് യോജിച്ചില്ലെങ്കിൽ ഞാൻ തെറി പറഞ്ഞു ഓടിക്കും, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യും.